നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ജീവിത വിജയത്തെ സഹായിക്കുന്ന 12 നിയമങ്ങളെ കുറിച്ചാണ് ഈ അടുത്തായിട്ടുള്ള വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ലോ ഓഫ് ഇന്റൻഷൻ, ലോ ഓഫ് ഫോക്കസ്, ലോ ഓഫ് മൊമെന്റം തുടങ്ങി 3 നിയമങ്ങളെ കുറിച്ച് വ്യത്യസ്തമായ 3 വീഡിയോകളിലായി കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചെയ്തു. ഈ വീഡിയോയിൽ നാം ഉദ്ദേശിക്കുന്നത് ലോ ഓഫ് റെസിലിയൻസിനെ കുറിച്ച് പറയാനാണ്. നമ്മുടെ ജീവിതത്തിൽ ട്രോമകളും അഡ്വേഴ്സിറ്റികളും മറ്റൊരുപാട് സ്ട്രെസ്സുകളുമൊക്കെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കും. ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡായി ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഒരു അപകടമാകാം, അല്ല എങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട നമ്മുടെ കൂടെയുള്ള ആരുടെയെങ്കിലും മരണങ്ങളാകാം, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളാകാം, ഒരുപക്ഷെ ജീവിതത്തിൽ ഒരടി മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള വഴിത്തിരിവുകൾ സംഭവിച്ചേക്കാം. ശാരീരികവും മാനസികവുമായ വലിയ വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള അത്തരം ഘട്ടങ്ങളെ തിരിച്ചറിയുകയും അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും അതിനെ സ്വീകരിക്കുകയും ക്രിയാത്മകമായി അത്തരം കാര്യങ്ങളെ നേരിടാനും അവയെ അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ തിരിച്ചു വരാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള കരുത്തിനെയാണ് നമ്മൾ റെസിലിയൻസ് എന്ന് പറയുന്നത്. ആ റെസിലിയൻസ് നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കിയെടുക്കുകയും ഒരു റെസിലിയൻസ് മൈൻഡ് സെറ്റ് എല്ലാറ്റിനെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ, ഒരു മൈൻഡ് സെറ്റ് നാം രൂപീകരിക്കുകയും ചെയ്യണം. എങ്ങനെയാണ് അത്തരം ഒരു മാനസികാവസ്ഥ, ഒരു മൈൻഡ് സെറ്റ് നാം രൂപീകരിക്കുക? അതിനെ സഹായിക്കുന്ന കുറച്ചു കാര്യങ്ങൾ പറയാം. അതിന് വേണ്ടത് ആദ്യം തന്നെ ഇത് ജീവിതമാണെന്നും ജീവിതത്തിൽ മുന്നോട്ട് പോകും അപ്രതീക്ഷിതമായി എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നും അത്തരം സാധ്യതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുകയും ക്രിയാത്മകമായി അതിനെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തവരാണ് ഈ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത് എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചെടുക്കുക എന്നതാണ്. ജീവിതമാണ്, പലതും സംഭവിച്ചേക്കാം. മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അപകടങ്ങളിലൂടെ നമുക്ക് ശാരീരികമായ ക്ഷതങ്ങളിലൂടെ നമ്മൾ ഒരിക്കലും എണീറ്റു പോകുകയില്ല എന്ന രീതിയിൽ ഒരുപക്ഷെ കിടപ്പിലായേക്കാം. സാമ്പത്തികമായി നാം തകർന്ന് തരിപ്പണമായി ദാരിദ്ര്യം നമ്മെ പിടിപെട്ടേക്കാം. അതുപോലെ നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. അങ്ങനെ ജീവിതത്തിൽ നാം ഇന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെയും അപ്രതീക്ഷിതമായി നമുക്ക് നഷ്ടപ്പെടുകയോ നമുക്ക് ആഘാതമായി നമ്മുടെ വഴിമുടക്കി നിൽക്കുകയോ ഒക്കെ ചെയ്യും. ആ സമയത്തിനെ നമ്മൾ ക്രിയാത്മകമായി അതിനോട് പ്രതികരിച്ചുകൊണ്ട് നിന്ന് കരകയറിക്കൊണ്ട് മുന്നോട്ട് പോകുകയും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുക എന്നതാണ് ലോ ഓഫ് റെസിലിയൻസ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ റെസിലിയൻസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ്. വളരാനുള്ള സാഹചര്യങ്ങളുള്ള ഒരു മൈൻഡ് സെറ്റ്, എല്ലാ സമയങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കാനും അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ഉറപ്പ്, ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമ്മൾ രൂപീകരിക്കണം. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഒക്കെ എങ്ങനെ രൂപീകരിക്കാം, അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് രൂപീകരിക്കുകയും നമ്മുടെ ഒരു സെൽഫ് കെയറിനെ കുറിച്ച് നാം ചിന്തിക്കുകയും അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നമുക്കറിയാം, എക്സസൈസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, നല്ല രീതിയിൽ വായിക്കുക, സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക, അറിവുകൾ നേടുക. അങ്ങനെ നമ്മുടെ ഒരു സെൽഫ് കെയർ, നമ്മളെ കുറിച്ച് തന്നെ സ്വയത്തെ തന്നെ നമ്മളൊന്ന് പരിഗണിച്ചുകൊണ്ടും വേണ്ട രീതിയിൽ അതിനെ ശ്രദ്ധിച്ചുകൊണ്ടുമൊക്കെ മുന്നോട്ട് പോകുക. അതോടൊപ്പം നമ്മുടെ മൈൻഡിനെ ഒന്ന് റീഫ്രെയിം ചെയ്യുക. നെഗറ്റീവ് തോട്ടുകളിൽ നിന്ന് നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുക, റീഫ്രെയിം ചെയ്യുക. എല്ലാ സമയത്തും നെഗറ്റീവായ കാര്യങ്ങളെ കുറിച്ച് ഓവറായി ചിന്തിക്കുന്നതിന് പകരം നെഗറ്റീവായ കാര്യങ്ങൾ ആവശ്യമാണ്. അത് നമ്മുടെ മുന്നോട്ട് പോക്കിനെ സഹായിക്കുന്ന രീതിയിൽ അതിനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അതിനപ്പുറത്ത് അതൊരു വലിയ ചിന്തയായി നേരം വെളുത്ത് വൈകുന്നേരം വരെ ഒഴിഞ്ഞിരിക്കുന്ന മുഴുവൻ സമയങ്ങളിലും നമ്മളെക്കുറിച്ചും ഈ സാഹചര്യത്തെക്കുറിച്ചുമൊക്കെ നെഗറ്റീവായി ചിന്തിക്കുന്ന ആ ഒരു രീതി മാറ്റിക്കൊണ്ട് അതിനെ റീഫ്രെയിം ചെയ്തുകൊണ്ട് പകരം പോസിറ്റീവിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നാം കാര്യങ്ങളെ ചിന്തിക്കാനും അതിനെക്കുറിച്ച് ആലോചിക്കാനും ഒക്കെ നാം തയ്യാറാവണം.
മറ്റൊന്ന് ബിൽഡ് എ സപ്പോർട്ടീവ് ഗ്രൂപ്പ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മളെ മോട്ടീവ് ചെയ്യുന്ന രീതിയിലുള്ള ആളുകളുടെ ഒരു നെറ്റ്വർക്ക് രൂപീകരിക്കുക. അതിലൂടെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു പ്രതിസന്ധി വന്നാൽ, ഒരു പ്രയാസം വന്നാൽ, ഒരു തടസ്സം വന്നാൽ, നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയം വന്നാൽ ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്കുണ്ടാകുമെന്ന ഒരു കോൺഫിഡൻസ് വളർന്നു വരികയും അതോടൊപ്പം നമുക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും മോട്ടിവേഷൻ നൽകുകയും പ്രചോദനം നൽകുകയും നമ്മളെ അഭിനന്ദിക്കുകയും നമുക്ക് വളരാനുള്ള എല്ലാ സാഹചര്യവും ഈ ഫ്രണ്ട്സ് നെറ്റ്വർക്കിൽ നിന്ന്, ഈ ഗ്രൂപ്പിൽ നിന്ന്, പോസിറ്റീവായിട്ടുള്ള നമ്മുടെ സറൗണ്ടിലുള്ള ഈ ആളുകളിൽ നിന്ന് നമുക്ക് ലഭിക്കും. അതിനുവേണ്ടി ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ആളുകളുടെ ഒരു നെറ്റ്വർക്ക്, ഒരു ഫ്രണ്ട് സർക്കിൾ നമ്മൾ വലുതാക്കി കൊണ്ടുവരിക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലേൺ ഫ്രം ഫെയിലിയേഴ്സ്. നമുക്കറിയാം ജീവിതമാണ്, തെറ്റുകൾ സംഭവിക്കും, അബദ്ധങ്ങൾ സംഭവിക്കും. നമ്മളിത് പറഞ്ഞതുപോലെ ഓരോരോ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വരും. അവയെ ഒക്കെ നമ്മൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ, എന്തുകൊണ്ട് എനിക്ക് ഈ പ്രതിസന്ധി വന്നു, എന്തുകൊണ്ട് എനിക്ക് ഈ പ്രശ്നങ്ങൾ വന്നു, എന്തുകൊണ്ട് ഈ തടസ്സങ്ങൾ വന്നു, എന്തുകൊണ്ട് ഞാൻ ചെയ്ത ഈ കാര്യത്തിൽ പരാജയങ്ങൾ വന്നു, അങ്ങനെ പരാജയത്തെയും തടസ്സങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെ ഒരു പഠന വിഷയമാക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി പ്രവർത്തിക്കുകയും അതിൽ നിന്ന് ലഭിച്ച ആ പാഠം ഉപയോഗിച്ചുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾ വീണ്ടും ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാനും, അങ്ങനെ വന്നാൽ എങ്ങനെയാണ് നാം അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാനുമുള്ള അവസരങ്ങളായി അതിനെയൊക്കെ കാണുക. അപ്പോൾ നല്ല ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് രൂപീകരിച്ചെടുത്ത് സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നെഗറ്റീവ് തോട്ട്സിനെ റീഫ്രെയിം ചെയ്ത് പോസിറ്റീവുമായി റീപ്ലേസ് ചെയ്ത് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുകയും സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഫ്രണ്ട് സർക്കിൾ, ഒരു നെറ്റ്വർക്ക് നാം രൂപീകരിച്ചെടുക്കുകയും പരാജയങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പാഠം ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ഈ റെസിലിയൻസ് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങൾ വന്നാലും അതിനെതിരെ ഒരു പ്രതിരോധ ശേഷി നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലൊക്കെ ഏത് പ്രശ്നങ്ങൾ വന്നാലും എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്കെല്ലാം രൂപീകരിച്ചെടുത്തുകൊണ്ട് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രയാസങ്ങളോടും പൊരുതിക്കൊണ്ട് എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് എല്ലാ മാനസികമായിട്ടുള്ള സ്ട്രെസ്സിനെയും ഒക്കെ മാറ്റിക്കൊണ്ട് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും വിജയവും കണ്ടെത്താൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു നിയമവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.